നമസ്കാരം, എല്ലാവർക്കും ജിംനി എക്സ്പ്ലോററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് പീച്ചി ഡാമിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരം സ്ഥിതി ചെയ്യുന്ന ഒരപ്പൻകെട്ട് വാട്ടർഫാളാണ്. ഈ വീഡിയോയിൽ കാണാം നിങ്ങൾക്കിവിടെ ബൈക്കുകളെല്ലാം പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ വരെ മാത്രമേ നമുക്ക് ബൈക്കുകളിൽ പോലും വരാൻ കഴിയുകയുള്ളൂ. നമ്മുടെ വാഹനത്തിൽ ഇവിടെ നിർത്തിയിട്ട് ഞാനിവിടെ ചുറ്റുമൊക്കെ ഒന്ന് നോക്കി അന്വേഷിച്ചു. ഇവിടെ വരെയാണ് വാഹനം പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. നേരെ കാണുന്ന വലിയൊരു കയറ്റമാണ്, ഉരുളൻ കല്ലുകളൊക്കെ ആയിട്ടുള്ളത്. അല്പം വീതിയുണ്ട്, ജിമിനി പോകാവുന്ന വീതിയുണ്ട്. ഞാനൊന്ന് ശ്രമിക്കാമെന്ന് കരുതി 4 വീൽ ഡ്രൈവ് ഇട്ടിട്ട് ഞാനവിടെ വണ്ടി എടുത്തു. വളരെ ബുദ്ധിമുട്ടാണെങ്കിലും 4 വീൽ ഡ്രൈവ് ഉള്ളതുകൊണ്ട് വാഹനം പതുക്കെ കയറി. ഉരുളൻ കല്ലുകളാണ്. 2 കല്ലുകൾക്കിടയിൽ ഒരു ടയറൊക്കെ ഇറങ്ങി പോകാവുന്ന അത്ര കുഴിയുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്കത് കയറ്റമായിട്ട് തോന്നുന്നില്ല, പക്ഷേ ഏതാണ്ട് ഒരു 45 ഡിഗ്രി ഉള്ള വലിയൊരു കയറ്റമാണ്. ഈ ഒരു കയറ്റം മാത്രമാണ് ഇങ്ങോട്ട് വരാനുള്ളൊരു ബുദ്ധിമുട്ട്, വാഹനം വരാനായിട്ട്. നമ്മൾ ഇപ്പോൾ തൽക്കാലം നമുക്ക് നടന്നു കയറുക മാത്രമേ നിർത്തിയുള്ളൂ. നമ്മൾ ആ കയറ്റം കയറി ഒരു ജീപ്പിന് പോകാവുന്ന കഷ്ടി വീതിയുള്ളൊരു വഴിയാണ്. ആ വീതി കുറഞ്ഞ വഴി കൂടിയാണ് നമ്മൾ ഇപ്പോൾ യാത്ര തുടരുന്നത്. ഇത് ടൂറിസത്തിലൊക്കെ ഇടപെടുത്തിയിട്ടുണ്ട്. ഈ സ്ഥലം വികസനമൊക്കെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ ഈ റോഡൊക്കെ ഒന്നുകൂടി നന്നാവും. ഈ കയറ്റമൊക്കെ ടാറിങ്ങൊക്കെ കഴിഞ്ഞാൽ വാഹനം കൊണ്ടുവരാം. തൽക്കാലം 4 വീൽ ഡ്രൈവ് വാഹനം മാത്രമേ അവിടെ കയറുകയുള്ളൂ. നിങ്ങൾ ഈ കാണുന്ന പോലെ വളരെ വീതി കുറഞ്ഞ ഒരു വഴിയാണ്. ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കൊടുക്കാനൊന്നും പറ്റില്ല. എന്നാലും നമ്മളൊരു ധൈര്യത്തിൽ അങ്ങനെ വാഹനം എടുത്ത് പോന്നു. വഴി അവിടെ വരെ എത്തുമെന്നോ എവിടെ തിരിക്കാൻ പറ്റുമെന്നോ അറിയുന്നില്ല. എന്നാലും നമ്മൾ യാത്ര തുടരുകയാണ്. ഇത്രയും ദൂരം നമ്മൾ വന്നിട്ടും നമുക്ക് ഒരു വെള്ളത്തിൻ്റെ ശബ്ദമൊന്നും കേട്ടില്ല. ഞാൻ ഈ വീഡിയോ ഇങ്ങനെ കാണിക്കുന്നത്, പല വീഡിയോയിലും ഈ വെള്ളച്ചാട്ടത്തിനെ പറ്റി നിങ്ങൾ കണ്ടു കാണും, പക്ഷേ ഇങ്ങോട്ടുള്ള വഴിയോ മറ്റൊന്നും ഞാനൊരു വീഡിയോയിലും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വഴി കാണിക്കാമെന്ന് കരുതിയത്. തന്നെയല്ല, എൻ്റെ ഈ വീഡിയോകളിലെല്ലാം ഞാൻ വരുന്ന വഴികളും കാണിക്കാറുണ്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇതുകൂടി അറിഞ്ഞിരിക്കണം. വെള്ളച്ചാട്ടം കാണാൻ വരും, നേരെ വെള്ളച്ചാട്ടം മാത്രം കണ്ടു മടങ്ങുന്നതിനേക്കാൾ സുഖമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ യാത്രാ അനുഭവം കൂടിയാണ്. 2 സൈഡിലും വീടുകളൊന്നുമില്ല. നമ്മളൊരു വനത്തിൽ കൂടെ പോരുന്ന പോലെ തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങളങ്ങനെ യാത്ര ചെയ്തിട്ട് ഒരു സ്ഥലത്ത് പോലും വണ്ടി തിരിക്കാനുള്ളൊരു സ്ഥലം ഇതുവരെയും കണ്ടില്ല. ഏതാണ്ട് 10 മിനിറ്റായി വണ്ടി ഓടിച്ച് പോരുന്നു. നടക്കുകയാണെങ്കിൽ നമ്മൾ ഈ ദൂരം മുഴുവനും നടന്ന് തന്നെ വരണം. ചെറിയൊരു കലുങ്ക് പോലെ കണ്ടപ്പോൾ ഇനി വാഹനം പോകില്ല എന്ന് കരുതിയിട്ട് ഞങ്ങളവിടെ വാഹനം നിർത്തി. ഇവിടെ നിന്ന് അങ്ങോട്ട് വാഹനം പോകാൻ കഷ്ടിയാണ്. എന്തായാലും വാഹനം നിർത്തി. അല്പദൂരം കൂടി വാഹനം പോകുമെന്ന് കരുതി വണ്ടി എടുത്തു. ഞങ്ങളിവിടെ വന്നിട്ട് വാഹനം പാർക്ക് ചെയ്തു. ഇടയ്ക്ക് വേറെ വഴിയുണ്ട്, അറിയാമോ? ഇതന്നെ ഉള്ളൂ അല്ലേ? എളുപ്പം ഇതന്നെ വഴിയുള്ളൂ അല്ലേ? ഞാൻ ആൾക്കാർ അതിലേക്ക് നടന്നു വന്നേ. ഞങ്ങൾ വണ്ടി വരുമെന്ന് അറിയില്ല, ഇവിടെ വരെ കൊണ്ടുവന്ന വണ്ടി. അല്ല, ഞങ്ങൾ ജീപ്പ് കൊണ്ടുവന്നതേ, അത് ഇവിടെ വരെ വന്നോ? അല്പനേരം നമുക്ക് ഈ വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ട് ആസ്വദിക്കാം.
ഇതാണ് ഒരപ്പൻകെട്ട് വാട്ടർഫാൾ. പാറയിൽ നല്ല വഴുക്കുള്ളതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിന്നില്ല, ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല. മഴക്കാലം തുടങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ വെള്ളം ധാരാളമായിട്ടില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരപ്പൻകെട്ട് വെള്ളച്ചാട്ടം കണ്ട് ഞങ്ങൾ പതുക്കെ കയറി ഇവിടെ നിന്നിനി തിരിച്ച് യാത്ര തുടങ്ങുകയാണ്. ഈ വാട്ടർഫാൾ കാണാനായിട്ട് വരുന്നതിനുള്ള എളുപ്പ വഴിയെന്ന് പറഞ്ഞാൽ പീച്ചിയിലേക്ക് വരുമ്പോൾ, പട്ടിക്കാട് നിന്ന് പീച്ചിയിലേക്ക് വരുമ്പോൾ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈഡിൽ കൂടി സ്നേഹ നഴ്സറി കാണും. സ്നേഹ നഴ്സറിയുടെ സൈഡിൽ കൂടെയുള്ള വഴിക്ക് വന്നാൽ ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരം നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ കണ്ട ഒരു വീതി കുറഞ്ഞ ഒരു പാലം, പൈപ്പ് ലൈൻ ഇട്ടിരിക്കുന്ന ഒരു പാലം കാണും. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ വാഹനം നിർത്തിയത്. അവിടെ നിന്ന് ആ കയറ്റം കയറിയിട്ട് വരാവുന്നതാണ്. ഇവിടെ എത്തിപ്പെട്ടാൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. വെള്ളത്തിലിറങ്ങി കളിക്കാനായിട്ടുള്ളൊക്കെ നല്ല സ്ഥലമാണ്. പരന്ന പാറക്കെട്ടൊക്കെയാണ്. പാറയുടെ വഴുക്കലൊക്കെ കാരണം ഞാൻ ഇറങ്ങിയില്ലെന്ന് മാത്രം. അപ്പം തന്നെയല്ല, വെള്ളത്തിലിറങ്ങി കുളിക്കാനുള്ളൊരു കരുതലോടുകൂടി ഒന്നല്ല വന്നത്. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എൻജോയ് കഴിയും. നമ്മൾ ഇപ്പോൾ തിരിച്ചു വരികയാണ്. നമ്മൾ നേരത്തെ കണ്ടിരുന്ന അതേ ഇറക്കം നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ താഴേക്ക് നിങ്ങൾക്ക് കാണാം. വാഹനം ഏതാണ്ട് ഒരു 45 ഡിഗ്രിയിൽ ചെരിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. നന്നായിട്ട് കൈയൊക്കെ സൈഡിലിരിക്കുന്ന ആൾ ബലമായി പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. വണ്ടി ഇങ്ങനെ കുലുങ്ങി നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഒരു ബോർഡ് അവിടെ കാണാം. തൊട്ടടുത്തുള്ള വീട്ടിൽ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ വേണമെങ്കിൽ ചായ, കാപ്പി, അതുപോലെ ലഘു ഭക്ഷണമെല്ലാം അവിടെ കിട്ടും. ആ വീട്ടിലാണ്. ഒരു ടൂറിസം സെൻ്ററൊക്കെ വരുമ്പോൾ ഇവിടെ പിന്നെ കടകളൊക്കെ വരുമായിരിക്കും. ഇപ്പോൾ അതൊന്നുമില്ല. എന്നാലും നമുക്കൊരു റിഫ്രഷ്മെൻറ്റിനൊക്കെയുള്ള സാഹചര്യമൊക്കെ അവിടെയുണ്ട്. അസൗകര്യങ്ങളുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കും, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചാനലും കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ അവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.